യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കണ്ണന്റെ പുതിയ നാടകത്തിന്റെ പേരാണോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമുക്ക് നല്ല ഗുമ്മുള്ള പേരിട്ടാലോ? ക്യൂടെക്സ് അല്ലെങ്കിൽ വേണ്ട കരിവള, അല്ലെങ്കിൽ അതും വേണ്ട കൺമഷി. അണ്ണാ അണ്ണാ കൺമഷി അത് മതി അണ്ണാ. അതാ ജീവിതമായിട്ട് എനിക്ക് ചേരുന്ന പേര്. അണ്ണാ എഴുന്നേക്കണ്ണാ. സുനീഷണ്ണാ എന്താടാ ഇടവഴിയിൽ രണ്ടും കൂടി? നീ പോടാ, നിനക്ക് അമ്മയമ്പങ്ങളും ഇല്ലേ? അണ്ണാ എഴുന്നേക്കണ്ണാ. ചുമ്മാ മാനമര്യാദയായിട്ട് ജീവിക്കുന്ന ആണുങ്ങൾക്ക് പേര് ദോഷം ഉണ്ടാക്കില്ലേ? വീട്ടിൽ പോകാൻ വന്നേ. എന്തൊരു വാടയത്? ഇതെന്തുവാണ അടിച്ചു കയറ്റിരിക്കുന്നത്? വല്ല കൊട്ടുപടിയോ ഗ്രീസോ വല്ലോ ആണോ? ഞാനിപ്പോ ഫിറ്റായി പോവല്ലോ. ഈശ്വരാ, ആരെ കാണാതിരുന്നാ മതിയായിരുന്നോ? അല്ലെങ്കിൽ എന്നെ പറ്റി എന്തും വിചാരിക്കും. അയ്യോ, പോയി. എന്നിട്ട് ചേച്ചി ആ ചെക്കിന് റിപ്ലൈ കൊടുത്തോ? എവിടെ? ആഗ്രഹം ഉണ്ടെങ്കിലും അന്ന് അതിനൊക്കെ പേടിയല്ലേ? അജയൻ എവിടെ പോയതാ മൈഥിലി? എന്നോട് പറഞ്ഞിട്ടല്ല പോയത്. മോളെ, നീ ഇങ്ങനെ കരയാതെ വന്നേ, ഇത്തിരി വെള്ളം എടുത്ത് കുടിച്ചേ. എനിക്കൊന്നും വേണ്ട. അന്നത്തെ പോലെ അവളിങ്ങി വരും. എന്തിനാ വരുന്നത്? എന്നെ കൊലയ്ക്ക് കൊടുക്കാനോ? വേണ്ട, എനിക്ക് അവളെ കാണണ്ട. ഇതെല്ലാം കൂടെ നീ പറയരുത്. നിന്റെ മനസ്സിന്റെ പ്രയാസം അമ്മയ്ക്ക് അറിയാം. ഈ കാണിക്കുന്ന ദേഷ്യമൊക്കെ അവളോടുള്ള ഇഷ്ടക്കൂടലും ഉണ്ടാ. എന്നിട്ട് അവൾക്ക് എന്താ അത് മനസ്സിലാവാത്തെ? അത് അവളുടെ പ്രായം അതല്ലേ മോളെ. ആ പ്രായത്തില് അവള് മാത്രമേ ഭൂമിയിലുള്ളൂ. എത്ര പിള്ളേരാ വീട്ടുകാർ പറയുന്നതനുസരിച്ച് ചൊല്ലും വിളിക്ക് കഴിയുന്നത്. ഇന്ന് അവളിങ്ങി വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. അവരാണെന്ന് തോന്നുന്നു മോളെ. നീ വഴക്കിനൊന്നും പോകരുതേ. അവളെവിടെ ചന്ദ്രേട്ടാ? അജയ, എന്താ അവളെ കണ്ടില്ലേ? ഇല്ല ഏട്ടത്തി, ഞങ്ങള് അന്വേഷിക്കാവുന്നതൊക്കെ അന്വേഷിച്ചു. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അവളേതായാലും ഈ ഏരിയ വിട്ട് പോയിട്ടില്ല. അവളെവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ കണ്ടുപിടിക്കും. നന്ദിതേ, ഞാൻ എനിക്കറിഞ്ഞിട്ട് നിന്നെ വിളിച്ചിട്ടൊന്ന കാര്യം. പിള്ളേരെ വളർത്തേണ്ട പോലെ വളർത്തണം. അതെങ്ങനെയാ? തള്ളയും തന്നേം കണ്ടല്ലേ മക്കൾ വളരുന്നത്. എന്താ തന്തയ്ക്കും തള്ളയ്ക്കും ഒരു കുഴപ്പം? എന്താണ്? അമ്മ മിണ്ടാതിരിക്കെ. മറുപടി കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കണം. അതാരോടായാലും. കണ്ടല്ലോ, കണ്ടില്ലേ? ഇതാണ് കയ്യിലിരിപ്പ്. അതെങ്ങനെയാ? നത്ത കുത്തിയ കൊമ്പളം മുളക്കില്ല. ഇല്ല, മുളക്കില്ല.
പിന്നെ നിന്റെ മോളെന്താ പിഴച്ചു പോവാഞ്ഞ്? നന്ദിതേ, നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞതിലാണോ കുറ്റം? ഇവൻ പറഞ്ഞതിന്റെ മറുപടിയല്ലേ ഞാൻ പറഞ്ഞത്. ഇവനെ പോലെ ഒരു പിഴച്ചവൻ ഉണ്ടായിട്ടും അവള് നല്ല കുട്ടിയായിട്ട് ജീവിക്കുന്നില്ലേ? എടാ, ഇത് കേൾക്കാനാണ് എന്നെ വിളിച്ചോന്ന്. കേൾക്കണ്ടായിരുന്നെങ്കിലേ നീ മര്യാദയ്ക്ക് സംസാരിക്കണമായിരുന്നു. ഞാൻ എന്തോ മര്യാദ നിങ്ങളോട് പറഞ്ഞത്? പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ലേ? എന്റെ കൊച്ചിന്റെ അച്ഛനും അമ്മയും ശരിയല്ലാത്തത് കൊണ്ടാ അവൾ ഇറങ്ങിപ്പോയതെന്ന് നീ പറഞ്ഞില്ലേ? അജയൻ അങ്ങനെയൊന്നും ഉദ്ദേശമല്ല മോളെ പറഞ്ഞത്. എല്ലാവരുടെയും ഉദ്ദേശങ്ങളൊക്കെ എനിക്കറിയാം. അമ്മ ആരെ ന്യായീകരിക്കാൻ വരണ്ട. നന്ദിതേ, നീ ഇങ്ങനൊന്നും പറയരുത്. കാലത്ത് മുതല് ജലപാനം പോലും ഇല്ലാതെ അമൃതമോളെ അന്വേഷിച്ച് ഇവൻ എന്റെ കൂടെ തന്നെയുണ്ട്. അത് നിങ്ങൾ ഏട്ടനും അനിയനും ഇടയിലുള്ള വിഷയം. അത് എനിക്ക് കേൾക്കണ്ട. ഞാൻ കേട്ടതിനുള്ള മറുപടിയാ ഞാൻ കൊടുത്തത്. അഹങ്കാരമാണ് ഏട്ടാ, ഇവർക്ക് അഹങ്കാരമാണ്. ചുമ്മാ അതാണോ ആ കൊച്ചിറങ്ങിപ്പോയത്? ഈ തള്ളെ സഹിച്ചത് മടുത്തു കാണും. അതെടാ, മടുത്തു. ഏയ്, ഏട്ടാ, നന്ദിതേ, വിട്. എന്നോട് ഞാൻ പറഞ്ഞോ എന്റെ കുഞ്ഞിനെ നന്ദിതേ, വിടാൻ. പറഞ്ഞോന്ന്. വിട് നന്ദിതേ, മാറ്. വിട്. ഏട്ടാ, ഈ പെണ്ണും പിള്ളക്ക് ഭ്രാന്ത. എവിടെയെങ്കിലും കൊണ്ടുപോയി പൂട്ടിയിടാൻ നോക്ക്. അതെടാ, എനിക്ക് ഭ്രാന്താ. ഇനി നീ ഇവിടെ നിന്നാ എന്റെ കൈയുടെ ചൂട് നീ അറിയും. അതിനാരും നിക്കുന്നേ? എടി, വിട്. എന്റെ ഈ ഏട്ടനെ കരുതിയാ ഞാൻ ഇത്ര ഇവിടെ നിന്നത്, അല്ലാതെ നിങ്ങളുടെ മോളായതുകൊണ്ടല്ല. ഇനിയൊരു ഔദാര്യം എന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കണ്ട. എന്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ ഒരു കൂട്ടരില്ല. അജയം, ഏട്ടാ, ഞാൻ ആത്മാർത്ഥത്തോടെ തന്നെയാ പറഞ്ഞത്. എന്നെ ഇനി ഒരു കാര്യത്തിനും പ്രതീക്ഷിക്കണ്ട. ആരാന്ന് വെച്ചാ പോയി അന്വേഷിക്കോ, കണ്ടുപിടിക്കോ, എന്താന്ന് വെച്ചാ ചെയ്തോ. എടാ, അവളവളുടെ സങ്കടം കൊണ്ട് ഏതാണ്ട് പറഞ്ഞു പോയെന്ന് വെച്ച്. സങ്കടം എല്ലാവർക്കും ഉണ്ട് ഏട്ടാ. ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നീ അങ്ങ് ക്ഷമിക്കും മോനെ. ഇവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നിനക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. മനസ്സിലായി, നന്നായിട്ട് മനസ്സിലായി. പിന്നെ അത് മനസ്സിലാക്കേണ്ട ബാധ്യത ഈ നിൽക്കുന്ന എന്റെ ഏട്ടനേ ഉള്ളൂ, എനിക്കില്ല. കള്ളി എന്ന പേരുദോഷം ഉണ്ടാക്കി വീട്ടിൽ നിറക്കി വിടതാ. തിരിഞ്ഞു നോക്കാൻ പാടില്ലെന്ന് വിശ്വട്ടം കൽപ്പിച്ചിട്ടുള്ളതാ. എന്നിട്ടും എന്റെ മനസ്സാക്ഷി വെച്ച് ഞാൻ നിങ്ങളെ സഹായിക്കാൻ ഇറങ്ങി. സന്തോഷായി. എനിക്കിത് തന്നെ കിട്ടണം. വിശ്വേട്ടനായിരുന്നു ശരിയെന്ന് വീണ്ടും തെളിഞ്ഞല്ലോ. അജയം, അവക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കടാ. ദയവ് ചെയ്ത് നീ പിണങ്ങി പോകരുത്. പോകുന്നവര് പോട്ടെ ചന്ദ്രേട്ടാ. നന്ദിതേ, എന്റെ മോള് പോയി. അതിലും വലുതല്ലല്ലോ ആര് പോയാലും. കേട്ടല്ലോ, മോള് പോയതിൽ ഇവർക്ക് എന്തേലും കുറ്റബോധം ഉണ്ടോന്നോ? ചുമ്മാ കാണുന്നവരുടെ മേളിൽ കുതിര കയറാൻ അവർക്ക് തിരക്കും. അമൃത എന്റെ ഏട്ടന്റെ മോളായിപ്പോയി, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ഇവരുടെ മാത്രമായിരുന്നെങ്കിൽ അവളിപ്പോ എവിടെയുണ്ടെന്ന് പച്ചയ്ക്ക് ഞാൻ പറഞ്ഞു. പറഞ്ഞത് കേട്ടില്ലേ? അമൃത എന്റെ മാത്രം മകളായിരുന്നുവെങ്കിൽ അവൾ എവിടെയാണെന്ന് ഇവ പറയുമായിരുന്നെന്ന്. നീ പറഞ്ഞിട്ട് പോയാ മതി. നന്ദിതേ, കിടന്ന് അലറണ്ട. ഇവ നിങ്ങൾക്ക് ഏട്ടനെന്ന ക്ലീൻ സർട്ടിഫിക്കറ്റ് തന്നല്ലോ. തെറ്റുകാരി ഞാനാണ്. എന്നാ പിന്നെ അത് എന്താണെന്ന് കൂടി എനിക്ക് അറിയണമല്ലോ. ഈ സമയത്ത് തന്നെ നിനക്ക് ഇതൊക്കെ അറിയണമല്ലേ? ആദ്യം നമ്മുടെ മോൾ എവിടാണെന്ന് അറിയട്ടെ. അത് കഴിഞ്ഞിട്ട് പോരെ നിന്റെ പ്രതികാരമൊക്കെ. പോരാ, എനിക്കിപ്പ അറിയണം. ഇവ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കിപ്പ അറിയണം. എന്റെ മോളെ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ, അതെന്റെ വിധിയാ. പക്ഷെ അതിന്റെ പേരിൽ ഇവനെ പോലൊരു തെമ്മാടിയുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ. നാട് മുഴുവൻ പെണ്ണു പിടിച്ച് നടക്കുന്ന നിനക്കേ എന്നെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാടാ ഉള്ളത്? നീ എന്താ വിചാരിച്ചേ? നീ കാണിക്കുന്ന അഭ്യാസം ഒന്നും ആരും അറിയില്ലെന്നോ? എല്ലാവർക്കും അറിയാടാ. പിന്നെ ആരും ഒന്ന് തുറന്ന് പറയുന്നില്ലതേ ഉള്ളൂ. നിന്നെ നന്നാക്കാനുള്ള ബാധ്യത ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്തതുകൊണ്ട്. എന്റെ മോളെ കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ നിന്നെ പോലൊരു ചെകുത്താന്റെ ആക്ഷേപം കേട്ട് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. നീ എന്താണ് എന്നെ വിളിച്ചത്? കള്ളിയെന്നോ? അതേടാ, ഞാൻ കള്ളിയാ.